അതിരപ്പള്ളിയിൽ കാട്ടാനശല്യം വീണ്ടും രൂക്ഷമാകുന്നതായി പരാതി. വൈശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച പ്രത്യേക ദൗത്യം ഫലപ്രദമല്ലെന്നും ആനകൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് മടങ്ങിയെത്തുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച പ്രത്യേക ദൗത്യം പ്രതീക്ഷിച്ച ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വനത്തിലേക്ക് തുരത്താൻ ശ്രമിച്ച കാട്ടാനക്കൂട്ടം വീണ്ടും വെറ്റിലപ്പാറ മേഖലയിലെ ജനവാസ പ്രദേശങ്ങളിലേക്ക് തിരിച്ചെത്തി ആക്രമണ സ്വഭാവം കാണിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പിള്ളപ്പാറ ഭാഗത്ത് ആനകളെ കാടുകയറ്റാൻ ശ്രമിച്ച പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെയും കാട്ടാനകൾ തിരിഞ്ഞെത്തിയതായി വിവരമുണ്ട്. അതിരപ്പള്ളി ഭാഗത്തു നിന്ന് പ്ലാന്റേഷൻ മേഖലയിലേക്ക് ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും പൈനാപ്പിൾ കൃഷിക്ക് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുത വേലികൾ കാരണം ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെന്നാണ് ആരോപണം. ഇതോടെ മുന്നോട്ടു പോകാനാകാതെ തടസ്സപ്പെടുന്ന ആനകൾ കൂടുതൽ അക്രമാസക്തരായി വീണ്ടും ജനവാസ മേഖലകളിലേക്ക് മടങ്ങി വരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായി വലിയ സംഘം ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും മറുവശത്ത് അവയെ കാടുകയറ്റാൻ നിയോഗിച്ചിരിക്കുന്നത് വെറും 6 അംഗ സംഘമാണെന്നും ഇതുമൂലം ഏഴാറ്റുമുഖം റേഞ്ചിലെ വനപാലകർ വലിയ സമ്മർദ്ദത്തിലാണെന്നും ആക്ഷേപമുണ്ട്. ഇതിനിടെ കാട്ടാനകളെ കാണാനായി വാഹനങ്ങൾ നിർത്തി ചിത്രമെടുക്കുന്ന വിനോദസഞ്ചാരികളുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റവും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി വനപാലകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ രീതിയിൽ പ്രത്യേക ദൗത്യം തുടർന്നാൽ ആനശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത തെർമൽ ക്യാമറകൾ, സെൻസറുകൾ, സൗണ്ട് ലൈറ്റ് ട്രിഗറിംഗ് സംവിധാനങ്ങൾ എന്നിവ അതിരപ്പള്ളി മേഖലയിലും അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി.